يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അങ്ങനെ നമ്മളൊരു ഖുതുബ തുടങ്ങുമ്പോൾ എന്തിനാണ് ഒരു പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള സംസാരം നമ്മുടെ മെമ്പറുകളിൽ നിന്ന്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള സംസാരങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മിലില്ലെങ്കിലും സമൂഹത്തിൽ അങ്ങനെയൊക്കെയുണ്ട്. ഇസ്ലാം എന്ന മതം അത് കേവലം ആരാധനകളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും മാത്രം പറഞ്ഞ ഒരു മതമല്ല. മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി സമ്പൂർണമായി ചർച്ച ചെയ്യുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ആ മനുഷ്യരുടെ ജീവിതം സുഖകരമാക്കാനുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതം ദുസ്സഹമാക്കുന്ന, പ്രയാസകരമാകുന്ന അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കാനും ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യനോട് കൽപ്പിക്കുന്നുണ്ട്. ഭൂമിയുണ്ടായാലേ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിന്നാലേ നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായി നമ്മുടെ നാട് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിശക്തമായ ചൂട്, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ ചൂട് നമ്മുടെ നാട് അനുഭവിക്കുന്നു. അതുപോലെ തന്നെ വരൾച്ച എന്നത് ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. നമുക്ക് ആ പ്രയാസങ്ങൾ കുറവാണെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വെള്ളം കിട്ടാതെയായി തീർന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട അജണ്ട വെള്ളമാകും. അതുപോലെ തന്നെ ജലമലിനീകരണം എന്നത് ഇനി രോഗങ്ങളുടെ ഒരു കാലം തുടങ്ങുകയാണ് എന്ന് ആ വിങ്ങിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ വിങ്ങിലുള്ള ആളുകൾ തന്നെ പറയുന്നു. ഇനി സീസണാണ് എന്നാണ് പറയാറുള്ളത്. സാധാരണ കച്ചവടത്തെ കുറിച്ചൊക്കെയാണ് സീസൺ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇനി സീസണാണ്. അപ്പൊ ജലമലിനീകരണം എന്നത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇനി തുടങ്ങുന്ന ഒരു കാലമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം ഒന്ന് വനനശീകരണമാണ്. മറ്റൊന്ന് ഫോസിൽ ഇന്ധനങ്ങളുടെ, അതായത് പെട്രോൾ, ഡീസൽ, കൽക്കരി, ഇതിന്റെയൊക്കെ ഉൽപാദനത്തിന്റെ വർധനവാണ്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലെ മലിനീകരണമാണ്. ഇത് വലിയ ഒരു വിഷയമാണ്. നദികളും കുളങ്ങളും കിണറുകളുമൊക്കെ, അതിലെ വെള്ളമൊക്കെ പ്ലാസ്റ്റിക് രാസവസ്തുക്കളുമായി വെള്ളത്തിൽ കലരുന്നു എന്നത് വലിയ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാട്ടിൽ ഇങ്ങനെയുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവിടെ വിശ്വാസികളായ ആളുകൾ അത് ഞങ്ങളുടെ അജണ്ടയല്ല, അതൊക്കെ വേറെ കുറെ ആളുകളുടെ അജണ്ടയാണ്.
ഞങ്ങളുടെ അജണ്ട എന്നാൽ അത് നമസ്കരിക്കുക, വ്രതമനുഷ്ഠിക്കുക, ഹജ്ജ് ചെയ്യുക, വിശ്വാസത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല. കാരണം ഇത് മനുഷ്യരെ ബാധിക്കുന്ന, നമ്മ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും അമിത ഉപയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഭവങ്ങളുടെ ക്ഷാമമുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഉണ്ടാകും എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം 1400 വർഷം മുൻപ് ഈ വിഷയങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെട്ടു. 1400 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം ഈ വിഷയങ്ങളിൽ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. 1972 ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ ഒരു പ്രത്യേകമായ മീറ്റിംഗ് ഈ വിഷയത്തിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് നടക്കാനുള്ള കാരണം പ്രകൃതിയിൽ സംഭവിച്ച, മനുഷ്യരുടെ ഇടപെടൽ മൂലം സംഭവിച്ച വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം വ്യാപകമായി ഈ ദിവസത്തെ പരിസ്ഥിതി ദിനമായി ആചരിക്കുകയും എന്ന് മാത്രമല്ല, അന്ന് അതിന്റെ ചില നിർദ്ദേശങ്ങളായി പറഞ്ഞ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന്, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കണമെന്നതാണ്. എങ്കിലേ നമുക്ക് ശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും, അതുപോലെ തന്നെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമായ വായു, വെള്ളം, വനം ഇതൊക്കെ സംരക്ഷിക്കണം. അതിൽ മലിനീകരണം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണമെന്നൊക്കെ 1972 UN-ന്റെ പ്രത്യേകമായ സമ്മേളനത്തിലൂടെ, കൂടിച്ചേരലിലൂടെ പാസാക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ വിശ്വാസികൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളെ കൈമാറിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് ഏറ്റവും നന്നാക്കിയിട്ടാണ് നമുക്ക് അള്ളാഹു ഭൂമിയെ നൽകിയിട്ടുള്ളത്. ആ നന്നായ ഭൂമിയെ നിങ്ങൾ ഒരിക്കലും ഫസാദിലാക്കരുത്, നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്, നിങ്ങൾ പ്രശ്നത്തിലാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കടലിലും കരയിലും മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക്, മനുഷ്യർ എന്ന നിലക്ക് അവർ ഇടപെടുന്ന ഓരോ മേഖലകളിലും അവർക്ക് ശ്രദ്ധയുണ്ടാകണമെന്നതാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. വിശ്വാസത്തിന് 70-ൽ പരം ശാഖകളുണ്ട്. അഫ്ളലുഹ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന വാക്കാണ്. പിന്നെ ഏറ്റവും അവസാനത്തേത് പറഞ്ഞു അദ്നാഹ, അതിൽ ഏറ്റവും അവസാനത്തേത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തൊഴിവാക്കുക എന്നതാണ്. അപ്പൊ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. അതുകൊണ്ട് മാത്രം ഈമാൻ പൂർത്തിയാകുമോ? ഇല്ല. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70-ൽ പരം ശാഖകളുണ്ട്. ഇതിലൊക്കെ വിശ്വാസികൾക്ക് ശ്രദ്ധയുണ്ടാകണം. ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നതിന് കൂലിയുണ്ട്. ഏതിനുണ്ട്? വഴിയിൽ നിന്ന് ഒരു മാലിന്യം എടുത്തൊഴിവാക്കുന്നതിന് പ്രതിഫലമുണ്ട്. നമ്മളൊരു വാഹനത്തിൽ യാത്ര പോകുന്നു, നമ്മുടെ വാഹനം പ്രയാസകരമായ ഒരവസ്ഥ കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഒരു തേങ്ങ വീണ് കിടക്കുന്നുണ്ട്, ഒരു കമ്പ് വീണ് കിടക്കുന്നുണ്ട്, ഒരു മട്ടല് വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ വളരെ വിദഗ്ധമായി അതിലൂടെ പോയി, അല്ലെങ്കിൽ മറ്റു പല ആളുകളും അതിലൂടെ പോയി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ കഴിയില്ല. അവന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടോ എങ്കിൽ അവൻ ചിന്തിക്കും, ഇതേതെങ്കിലും ഒരു മനുഷ്യൻ കാഴ്ച കുറഞ്ഞ അല്ലെങ്കിൽ വലിയ ശ്രദ്ധയില്ലാതെ വരുന്ന ഒരാളുടെ ജീവന് അപകടമുണ്ടാകും, അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയിടട്ടെ എന്ന് ചിന്തിക്കുന്നത് ഈമാനാണ്, കൂലി ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇപ്പൊ ഇന്ന്, നാളെ അല്ലെങ്കിൽ ഇന്ന്
ഓരോരുത്തരും മരം നട്ടുപിടിപ്പിക്കുന്ന ഫോട്ടോകൾ വ്യാപകമായി വരും. ആ മരങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നത് വേറെ പ്രശ്നമാണ്. പക്ഷെ ഒരു ചിത്രമാണ് ലഭിക്കേണ്ടത്. പക്ഷെ ഒരു മുസ്ലിമിന് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വൃക്ഷത്തൈയുടെ അടുത്ത് പോയി ഇങ്ങനെ പതുക്കെ കൈ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയല്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ഒരു പ്രേരകമാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു ചെടി നടുന്നത്, ഔ യസ്റഉ സറഅൻ, അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, എന്നിട്ട് ഫയഉകുലു മിൻഹു ത്വയ്റുൻ, അതിൽ നിന്നൊരു പക്ഷി അതിന്റെ ഫലം ഭക്ഷിച്ചു, ഔ ഇൻസാനുൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭക്ഷിച്ചു, ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ ഒരു മൃഗം ഭക്ഷിച്ചു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, ആ മനുഷ്യൻ അതിന് പുണ്യമുണ്ട്. നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു വൃക്ഷത്തിൽ നിന്ന് നാം മരണപ്പെട്ടതിന് ശേഷവും ഒരു പക്ഷിയോ ഒരു മൃഗമോ ഒരു മനുഷ്യനോ അതിന്റെ ഫലം കഴിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇൻ ഖാമത്തിസ് സാഅ വഫീ യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അൻ ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ, അന്ത്യദിനം സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1400 വർഷങ്ങൾക്ക് മുൻപ് മതത്തിന്റെ നിയമമായിക്കൊണ്ട് മതപരമായി ഒരു വിശ്വാസി നിർവഹിക്കേണ്ട ഒരു ബാധ്യതയായിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യന് അന്ത്യനാൾ വരികയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ഒരു വൃക്ഷം നടാൻ, ഒരു ചെടി നടാൻ സാധിക്കുമെങ്കിൽ അവനത് ചെയ്തു കൊള്ളട്ടെ എന്നതാണ്. അതെന്താ? അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഭൂമിയുടെ ചൂട്, ശുദ്ധവായു, മഴയുടെ ചക്രത്തെ സഹായിക്കുന്നത്, ജലസംരക്ഷണം, മണ്ണൊലിപ്പ് തടയുന്നത്, ജീവജാലങ്ങളുടെ ആവാസം, മനുഷ്യർക്ക് ഭക്ഷണവും ഔഷധവും വരും തലമുറക്കുള്ള നിക്ഷേപവും, ഇതെല്ലാം ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കുക എന്നതിലൂടെ ഒരു വിശ്വാസി ചെയ്യുന്നു. അതൊരു ചെറിയ കാര്യമാണോ? അല്ല, അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു അർളുൻ, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ ഫൽയസ്റഅഹാ, അവൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യണം. ഭൂമിയുണ്ടോ? അവൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യണം. അവൻ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ സഹോദരന് അത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്നാണ്. അതൊരു സന്ദേശമല്ലേ? ഇസ്ലാം എന്നത് ആരാധനകളിൽ മാത്രം ഇടപെടുന്ന ഒരു മതമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ നിയമങ്ങളാണ്. ഇത് പുതിയ കാലത്ത് ഇസ്ലാമിക വിമർശനങ്ങൾ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് മതത്തിന്റെ നിയമമായി മതം ഇത് പഠിപ്പിക്കാൻ. ഒരാള് ജൂൺ 5 കഴിയുമ്പോൾ ഒരു വൃക്ഷത്തൈ എടുത്ത് അത് നടുന്നു. എന്തേ കാരണം? അങ്ങനെ നടുന്നത് നല്ലതാണല്ലോ എന്നതായിരിക്കും കാരണം. പക്ഷെ ഒരു മുസ്ലിമിന്റെ കാരണം എന്താ? അതിന് പുണ്യമുണ്ട് എന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ നന്മ നമ്മൾ ആലോചിച്ച് നോക്കും. ഓരോ കാര്യവും, കൃഷിഭൂമിയുണ്ടോ എങ്കിൽ അവർ കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിലോ അതിങ്ങനെ ഒഴിഞ്ഞിടല്ല വേണ്ട, അത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നൽകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ അദ്ദേഹം ശക്തമായി പറഞ്ഞിരുന്നു, കൃഷിയോഗ്യമായ സ്ഥലമുണ്ടായിട്ട് നിങ്ങൾ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭൂമി ഞാൻ കൃഷി ചെയ്യുന്നവർക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുമെന്നാണ്. അത് ഒരു മതത്തിന്റെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമായി കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് പൊതുസ്ഥല സംരക്ഷണം എന്നത് ഇസ്ലാമികമായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖു അല്ലാഇനൈനി, ജനങ്ങളുടെ 2 ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ജനങ്ങളുടെ 2 ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഖാലു, അവർ ചോദിച്ചു, വമാ ലാഇനാനി, നബിയെ എന്താണ് ആ ശാപം? അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, വഴിയിൽ സഞ്ചാരയോഗ്യമായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം.
സഞ്ചാരയോഗ്യമായ സ്ഥലങ്ങളിൽ മലിനതകൾ നിക്ഷേപിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഔ ഫീ ളില്ലിഹിം, അതുപോലെ തന്നെ മരത്തണലുകളിലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യം വന്നു. അപ്പൊ അവൻ നോക്കും, ഇത് ഒരു സ്ഥലമാണോ, ആളുകൾ ഉണ്ടോ എന്നുള്ളതല്ല, ആളുകൾ കാണുമോ എന്നതല്ല, ഇതാരെങ്കിലും പിടിക്കുമോ എന്നതല്ല, ഇതൊരു മരത്തിന്റെ തണലാണോ, ജനങ്ങൾക്ക് ആശ്വാസകരമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ, അവിടെ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. ഇതാളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണോ, അവിടെ അത് പാടില്ല. അങ്ങനെ പ്രവാചകൻ പറഞ്ഞെന്താ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ജനങ്ങളുടെ ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ്. അത് മതമായി പഠിപ്പിക്കണം, പ്രകൃതിയോടുള്ള നമ്മുടെ ബാധ്യതയായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ലാ യബൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മൂത്രമൊഴിക്കരുത്. ഫിൽ മാഇ ദാഇമിൽ ലദീ ലാ യജ്രി, ഒഴുകാത്ത വെള്ളത്തിൽ നിങ്ങൾ ആരും മൂത്രമൊഴിക്കരുത്. അപ്പം കണ്ടേ, നമുക്ക് സൗകര്യം എവിടെ നോക്കുക എന്നുള്ളതല്ല, പിന്നെയോ അതിന് പ്രത്യേകമായ നിയമങ്ങൾ വിശുദ്ധ ഇസ്ലാമിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ രംഗത്തും വിശുദ്ധമായ മതം അത് സൂചിപ്പിച്ചു. ജലസംരക്ഷണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുകയാണ്. നബി പറഞ്ഞു, ഈ വുളുവിൽ സറഫുണ്ട്, അതായത് അമിത വ്യയമുണ്ട്. ഖാല, അദ്ദേഹം ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, പ്രവാചകരെ വുളുവിൽ ഇസ്റാഫുണ്ടോ? ഉളുവെടുക്കുന്നതിൽ, ആ വെള്ളം തിരിക്കുന്നതിൽ, വെള്ളമെടുക്കുന്നതിൽ അമിത വ്യയമുണ്ടോ? ഖാല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. വ ഇൻ കുൻത അലാ നഹ്രി ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് നീ ഉളുവെടുക്കുന്നതെങ്കിലും വെള്ളമെടുക്കുന്നത് ശ്രദ്ധിക്കണം എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു മതത്തിന്റെ കൽപ്പനകൾ എവിടെയാണ് ഇസ്ലാം ഇടപെടാത്തത്? ഏത് കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കാത്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നാസു ശുറകാഉം ഫി തലാത്തി, പ്രകൃതിയുടെ 3 കാര്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാണ്. ഒന്ന് അൽ മാ, വെള്ളത്തിൽ നിങ്ങൾ പങ്കാളികളാണ്. വെള്ളം നമ്മുടെ കിണറ്റിലുണ്ട്, അയൽപ്പക്കത്തെ കിണറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുക, നമ്മൾ വെള്ളം ഉപയോഗിക്കുക അല്ല, അതിൽ നിങ്ങൾ ശുറകാഉകളാണ്. നിങ്ങളുടെ അതേ അവകാശം അവനും ആ വെള്ളത്തിലുണ്ട്. രണ്ടാമത്തേത് വൽക്കല, ഈ മേച്ചിൽ പുറമാണ്, അതിൽ നിങ്ങൾ അവകാശികളാണ്. വന്നാരി, തീയിൽ നിങ്ങൾ അവകാശികളാണ്. തീ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാചകമുണ്ടാക്കാനാണ് പഴയ കാലത്ത്. അപ്പോൾ പാചകമുണ്ടാക്കാവുന്നത് എന്താണോ അതിൽ മനുഷ്യൻ ശുറകാഉകളാണ്. അപ്പൊ നമ്മുടെ വീട്ടില് 2 ഗ്യാസിന്റെ കുറ്റിയുണ്ട്, ഒന്ന് കഴിഞ്ഞിട്ടില്ല, വേറൊന്ന് അവിടെ ഉണ്ട്. അയൽവാസിയുടെ ഇത് കഴിഞ്ഞു, നമുക്ക് അടുത്ത ആഴ്ച കിട്ടും. ഒരു മുസ്ലിമിന് അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയോ? ഇല്ല, മുസ്ലിം അത് എടുത്തു കൊടുക്കും. കാരണം എന്താ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അതിലെ ഏറ്റവും അവസാനത്തെ ആയത്താണത്. ആര്? മതത്തെ കളവാക്കുന്നവൻ, പരോപകാര വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുന്നവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഉപയോഗിക്കാം, അവർക്ക് ഉപയോഗിക്കാം, ഇതിന് പറ്റിയതുണ്ടാവും. മതത്തെ കളവാക്കുന്നവനാരാ? അത് മറ്റുള്ളവർക്ക് നൽകാത്തവനാണ് എന്നതാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ സൂചിപ്പിച്ചല്ലോ ഇസ്രാഫ് എന്നത്, അമിത വ്യയം. അത് വെള്ളത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിലും ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾ സമൂഹത്തിൽ ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലേ? ഫലസ്തീനിൽ ഒരു ഇമാം മിമ്പറിൽ കയറി പറഞ്ഞതെന്താ? എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾക്കും വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ സംസാരം നമുക്ക് അവസാനിപ്പിക്കാമെന്നതാണ്. 1/2 മിനിറ്റ് കൊണ്ട് ഖുതുബ കഴിഞ്ഞു. കാരണം എന്താ? 2 കൂട്ടർക്കും വിശപ്പാണ്. അപ്പൊ വിശപ്പൊരു പ്രശ്നമാണ്, വിശപ്പൊരു പ്രശ്നമാണ്. മലയാളത്തിൽ ബിരിയാണി എന്ന് പറയുന്ന ചെറിയ ഒരു കഥയുണ്ട്. അതായത് നാട്ടിലുള്ള വലിയ സമ്പന്നനായ ഒരു മനുഷ്യന്റെ വലിയ കല്യാണം. ആ കല്യാണത്തിന് ഒരുപാട് ബസുമതി അരി കൊണ്ട് വെച്ച ബിരിയാണി ബാക്കി വന്നു. അത് കുഴിച്ചു മൂടാൻ വേണ്ടി പിന്നെ ഒരു മഹാരാഷ്ട്രക്കാരനായ ഒരു മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അത് കുഴിച്ചു മൂടുമ്പോൾ വലിയ കുഴി അദ്ദേഹം കുഴിച്ചു.
പക്ഷേ അദ്ദേഹത്തിന് ആ ബിരിയാണി അതിലേക്ക് കുഴിച്ചുകൂടാൻ കഴിയുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടത് ഇങ്ങനെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ഒരുപാട് കാലം അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപാണ് മരണപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം, കല്യാണ വീടുകളിൽ, ഇതൊരു കഥയാണെങ്കിലും കല്യാണ വീടുകളിൽ എത്രയോ ആർഭാടങ്ങൾ പലപ്പോഴും നടക്കുന്നു. അത് പ്രകൃതിയോടും ചെയ്യുന്ന വലിയ ദ്രോഹമാണ്, മനുഷ്യനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്, ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. ഒരു ഹോട്ടലിൽ കയറുന്ന ഒരാള് എത്രയാണ് ഇതിന് പണം എന്ന് ചോദിക്കുന്നത് കൊണ്ട് ആരുടെ പവറും പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൈക്കോളജിയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഓന് അങ്ങനത്തെ ആളാണോ ഇങ്ങനത്തെ ആളാണോ, ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പറയുന്നില്ല. തൽക്കാലം മനുഷ്യന് ശ്രദ്ധ ഉണ്ടാകണം. ഭക്ഷണം 4-5 ആളുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര ആളുകൾക്ക് കഴിക്കാമെന്ന് ചോദിക്കണം. ഇത് മോശമല്ല. മോശം എന്താണെന്നറിയോ? ഇത് ബാക്കിയാക്കി പോകുക എന്നുള്ളതാണ്. ഇത് അവിടെ വെച്ച് വേസ്റ്റ് ആക്കി പോകുക എന്നുള്ളതാണ്. ഒന്നും വേണ്ട. ഒരേ ഹോട്ടലിൽ കയറുന്ന മനുഷ്യർക്കിടയിൽ തന്നെ ഈ ടേബിളിൽ ഇരിക്കുമ്പം ആ ടേബിൾക്ക് നോക്കുമ്പോ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഇപ്പുറത്തുണ്ടാവും. ഓൻ ചായ ആയിരിക്കും കുടിക്കണേ, അപ്പുറത്ത് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പൈസ ഉണ്ടാവില്ല. എവിടെ? നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പൊ ഇസ്രാഫ്, അമിത വ്യയം എന്നത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അമിത വ്യയം നടത്തുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, പിശാചാണെങ്കിൽ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിഷേധിയുമാണ് എന്നതാണ്. ഇവിടെയൊക്കെ നിയമമാണ്. രോഗാതുരമായ ഒരു അവസ്ഥ കടന്നു വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്നളാഫത്തു ഈമാൻ, വൃത്തി എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നതാണ്. എല്ലാം മനുഷ്യന്റെ ശരീരം സംരക്ഷിക്കുന്നത് പോലും നമ്മൾ മനസ്സിലാക്കണത്. നമ്മളെല്ലാ ആളുകളെ പോലെയല്ല. നമുക്ക് നിയമമുണ്ട്. അൽ ഫിത്രത്തു ഹംസുൻ, പ്രകൃതി 5ആണ്. അൽ ഖിതാനു, 1 ചെറുപ്പത്തിൽ കഴിക്കുന്ന സുന്നത്ത് കല്യാണമാണ്. വൽ ഇസ്തിഹ്ദാദു, 5 കാര്യങ്ങൾ. ഇത് മതനിയമമാണ്. ഓരോന്നും പറഞ്ഞു. ഗുഹ്യരോമം ഒഴിവാക്കണം, മീശ വെട്ടണം, തൂങ്ങി നല്ലൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന രൂപത്തിൽ ആകാതെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നഖം വെട്ടണം. അതുപോലെ തന്നെ മറ്റുള്ള ഇത് ഇങ്ങനെയുള്ളതെല്ലാം വൃത്തിയാക്കണം. ഇത് മതനിയമമാണ്. ആലോചിച്ചു, ഇസ്ലാം ഇത് നിയമമായി പറയണം. എവിടെയാണ് ഇസ്ലാം ഇടപെടാത്തത്? നമുക്കിതിലൊരു അഭിമാനം ഉണ്ടാകണ്ടേ? ഇതൊരു മതം, എന്റെ മതം പടച്ചോനെ. എന്തൊക്കെ വിഷയങ്ങളാണ് മതമായി പഠിപ്പിച്ചത്, ഇസ്ലാമായി പഠിപ്പിച്ചത്. ഇദാ സമഅതും ബിത്വാഗൂനി ബിഅർളിൻ ഫലാ തദ്ഖുലൂഹാ, ഒരു സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ പോകരുത്. പകർച്ചവ്യാധിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. നിയമമാണ്. കാരണം എന്താ? അത് പകരും. അപ്പൊ പകർച്ചവ്യാധികളുടെ ഒരു കാലം വരാതിരിക്കട്ടെ. വന്നാൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നതാണ് ഇസ്ലാം. ഒരു ശ്രദ്ധയില്ലാതെ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞു ഓന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? അത് പ്രശ്നമുണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളും, പുള്ളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വൃത്തിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാം എന്ന മതം ഇതിൽ കൃത്യമായ ധാരണ മനുഷ്യർക്ക് നൽകുന്നുണ്ട്. ഈ ധാരണയൊക്കെയുള്ള ഒരു മുസ്ലിമായി ഒരാൾ വളരുമ്പോഴാണ് ഒരാൾ നല്ല മുസ്ലിമാകുക. അതിനാണ് ഞാൻ ഈ വിഷയമൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇസ്ലാമിന് കുറെ തലങ്ങളുണ്ട് എന്ന അറിവുള്ള ഒരാളായി വളരുമ്പോഴാണ് അയാളൊരു നല്ല മുസ്ലിമാകുക. അതല്ലെങ്കിൽ എന്താ വെച്ചാല് ഇങ്ങനെയുള്ളതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതിനൊന്നും വലിയ കഥല്ല, ഒന്നും പറയേണ്ടതില്ല, ഒന്നും ചർച്ച ചെയ്യേണ്ടല്ല. അല്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വിശുദ്ധ ഇസ്ലാം ഇടപെടുന്നു എന്ന കാര്യം ഈ ദിനത്തിൽ നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.